ധ്യാന്റെ അടുത്ത സിനിമ എന്താ വരാത്തത്? കുറെ നാളായില്ലേ ഇത്രയൊക്കെ സംസാരിച്ചിട്ട് ഞാൻ അടുത്തൊരു സിനിമ ചെയ്യുമ്പോ അത് വളരെ വളരെ കാരണം പിന്നെ ഇന്നത്തെ അവസ്ഥ പ്രത്യേകിച്ച് തിര ഫസ്റ്റ് പാർട്ടിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആണ് തിര 2. ശ്രീനിവാസൻ പടം ഒരിക്കലും എല്ലാ സെറ്റ് ഓഫ് ഓഡിയൻസിനും കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എന്നുള്ള പുള്ളിയുടെ ഒരു നിർബന്ധം കൊണ്ട് തന്നെ കുറെ ഫിൽട്രേഷൻ നടന്നു. തിര 2 അങ്ങനെ ആയിരിക്കില്ല, കാരണം ഏട്ടനല്ല ഇത് ചെയ്യുന്നത്. പ്രണവിന് സിനിമയോട് ഇഷ്ടമുണ്ട്, ഡെഫിനറ്റ്ലി സിനിമയോട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടവും ഇതൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചാൽ എന്താണ് ലൈഫിൽ മുന്നോട്ട് ഡിസ്കവറിങ് അതാണ്. അപ്പൊ പുള്ളി ഇതിൽ തന്നെ ഒരു കാര്യം ചെയ്ത് ഇനി ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള ഒരു ആക്ടർ ആവാൻ പോകുന്ന ഒരു ആളായിട്ടും തോന്നിയിട്ടില്ല. സെറ്റിൽ ചീത്ത വിളിക്കേണ്ട കാര്യം പലപ്പോഴും വരുന്നില്ല. അതിന്റെ കോർഡിനേഷനും പ്രീ പ്രൊഡക്ഷൻ പ്രീ വർക്ക്സ് ആ വർക്ക് പക്കയാണെങ്കിൽ സെറ്റിൽ പോയിട്ട് അപ്പൊ അങ്ങനത്തെ വർക്ക് നടക്കാതെ വരുമ്പോഴാണ് ഈ പറഞ്ഞ ഡയറക്ടർമാര് അങ്ങാടി തോറ്റൻ അമ്മ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. എനിക്കൊരു ആഗ്രഹമുണ്ട്, രണ്ടുപേരും സമ്മതിച്ചാൽ ചിലപ്പോ നടക്കുമായിരിക്കും. ധ്യാൻ, ഡോക്ടർ റോണി, പാർട്ട്നേഴ്സ്, നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് എന്താ? അതില് ഞങ്ങള് ഇതിനകത്ത് പാർട്ട്നേഴ്സ് അല്ല, പക്ഷെ എന്റെ ഒരു ബാങ്ക് നടത്തുന്നതില് അതിനകത്ത് റിക്രൂട്ട് ചെയ്യുന്ന ഓഫീസസിൽ ഞാൻ റിക്രൂട്ട് ചെയ്യുന്ന ഓഫീസസിൽ ഒരാള് ധ്യാനാണ്. അങ്ങനെയാണ്. ഇതൊരു ഈ പറയുന്ന പോലെ ഒരു ഫിനാൻഷ്യൽ തട്ടിപ്പാണല്ലോ, ഒരു ബാങ്ക് കവർച്ച ബന്ധപ്പെട്ട അല്ലെ, ബാങ്ക് തട്ടിപ്പാണ് അല്ലെ. ഇപ്പൊ നമ്മൾ അതിനുശേഷം പല തട്ടിപ്പും നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ടു. അതായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായിട്ടൊരു ബന്ധമില്ല. ഇതൊരു തട്ടിപ്പ് നടന്നത് പുറത്തൊരു സ്ഥലത്താണ്, കേരളത്തിന് പുറത്ത് നടന്നൊരു തട്ടിപ്പാണ്. അതിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാകുന്നത്. ഇനീഷ്യൽ തോട്ട് എന്ന് പറയുന്നത് ഒറിജിനലി നടന്ന സംഭവം ഒരു റിയൽ സ്റ്റോറിനെ ബേസ് ചെയ്തിട്ടാണ്. അതിന്റെ ഒരു മെയിൻ പ്ലോട്ട് മാത്രം. അപ്പൊ അത് ഭയങ്കര എനിക്ക് തോന്നുന്നു പത്രം വായിക്കുന്ന ആൾക്കാരും അത് ഭയങ്കര ഒരു സെൻസേഷൻ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അപ്പൊ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കേൾക്കാത്തതും അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചിന്തിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ ഒരു സ്കാമാണ് ബേസിക്കലി. അപ്പൊ അതാണ് ഇതിന്റെ ഇനീഷ്യൽ തോട്ട്. അല്ലെങ്കിൽ അത് ഞാൻ വായിച്ച സമയത്ത് തൊട്ടിട്ട് ഇതിനൊരു സിനിമക്കുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ള പല സ്കാമിനെ ബേസ് ചെയ്യുന്ന സിനിമ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് സിനിമയാക്കിയാൽ സാധ്യതയുള്ള ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. അത് കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞപ്പോഴേക്കാണ് ഈ കഥയായിട്ട് വരുന്നത്. അപ്പൊ ഇതിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ചിലേക്ക് വന്നാൽ എന്താ, എങ്ങനെയാ നിങ്ങളുടെ രണ്ടുപേരുടെയും? ഞാനൊരു നമ്മളീ പറഞ്ഞ ഉടുപ്പി ഗ്രാമീൺ ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്ക് നമ്മളൊരു റൂറൽ വില്ലേജില്, അവിടെ മറ്റേ റൂറൽ അല്ല, സോറി പെരിഫറൽ അല്ലെ, ഒരു വളരെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മളൊരു തുറങ്ങാണ്, ഒരു ഔട്ടർ ആയിട്ടുള്ള രീതിയിൽ തുറങ്ങാണ്. അങ്ങോട്ടേക്ക് ഒരു 5 പേരെ എടുക്കുന്നു. അപ്പൊ ഈ 5 പേരുടെയും ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ഡിഫറെന്റ് ഒരു ടാർഗറ്റ് കൊടുക്കുമല്ലോ. ഇത്രയും പൈസ അവിടെ നിന്ന് കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുള്ള ലോണ് ആൾക്കാരെ കൊണ്ട് എടുപ്പിക്കണം, ഇത്ര ഇൻട്രസ്റ്റ് എടുപ്പിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ എനിക്ക് എന്റേതായ ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ മുകളിൽ ഒരു പരിപാടി ഇവരുടെ മനസ്സിൽ ഇവരുടേതായ കുറെ ഇവർക്ക് പിടുത്തം കിട്ടും. കുറച്ചുമ്പോ തന്നെ പുള്ളിക്കൊക്കെ മനസ്സിലാവും ഞങ്ങോട്ട് എന്റെ ദിശ എന്നൊക്കെ മനസ്സിലാവും. പിന്നെ ഈ 5 പേരും 5 രീതിക്കാണ് ചിന്തകൾ. ഇപ്പൊ ധ്യാന്റെ നിരനിരയായി സിനിമകൾ ഇറങ്ങുന്ന ഒരു സമയത്ത് ഈ ഇറങ്ങിക്കഴിഞ്ഞ സിനിമകളുടെ ഒരു അവസ്ഥ എന്താണ്? അല്ലെങ്കിൽ ഫിനാൻഷ്യലി സെക്യൂർഡ് ആണോ? അത്തരം കാര്യങ്ങളിലേക്ക് ധ്യാൻ കടക്കാറുണ്ടോ? അത്തരം കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ ഞാൻ വലുതായിട്ട് ആലോചിക്കുന്നില്ല. ഇതുവരെ ചെയ്ത സിനിമകളുടെ ഹിസ്റ്ററി നോക്കിയാൽ എല്ലാം ഫ്ലോപ്സ്, കൂടുതലും ഫ്ലോപ്സ് ഫെയിലിയേഴ്സ് ആണല്ലോ. അപ്പോ അപ്പോഴും ആലോചന വെച്ചാൽ അപ്പോഴും സിനിമകൾ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ നിരന്തരമായിട്ട് ഫ്ലോപ്പുകൾ ഉണ്ടാകുമ്പോഴും സിനിമകൾക്ക് ഒരു പോയിന്റ് എത്തുമ്പോൾ അത് നിൽക്കേണ്ട സമയം കഴിഞ്ഞു, അത് നിൽക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് എനിക്കറിയില്ല, എനിക്ക് ഡിസ്കവർ ചെയ്യാൻ പറ്റാത്തൊരു ചോദ്യമാണ്. അപ്പൊ ഞാനത് പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഇത്ര സിനിമകൾ. പല കാരണങ്ങളുണ്ട്, എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ ലിമിറ്റഡ് ബഡ്ജറ്റിൽ ഇതിനകത്തുള്ള ഒരു സിനിമകളാണ് ചെയ്യുന്നത്. നന്നായാൽ അല്ലെങ്കിൽ ചെറിയ ലോ കോസ്റ്റിൽ നമ്മൾ ചെയ്യുന്ന സിനിമകൾ നന്നായാൽ, അല്ലെങ്കിൽ എല്ലാം നന്നാവണമെന്ന് വെച്ചാണല്ലോ ചെയ്യുന്നത് എല്ലാവരും. അപ്പം എവിടെയെങ്കിലുമൊക്കെ പാളിപ്പോകുന്നതാണല്ലോ. നന്നായാൽ ഇന്ന് കുഞ്ഞു സിനിമകൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് വലിയ വിജയം ഉണ്ടാവുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണല്ലോ. അതിൽ നിന്നുണ്ടാവുന്ന ഒരു വലിയ സിനിമ ഇത് നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മൾ അത്രയും ഫണ്ടൊക്കെ പമ്പ് ചെയ്ത് നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഇതിനേക്കാളും സ്ട്രെസ് ഫ്രീ അല്ലെങ്കിൽ ലെസ് ടെൻഷൻ ഫ്രീ ആണ് എന്നെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ. ഷൂട്ടിംഗ് ഫ്രണ്ട്ലി ആണ് വർക്ക് ചെയ്യാനുള്ള. അപ്പൊ ആ രീതിയിൽ നല്ല പരിപാടിയാണെങ്കിൽ ഒരു സാധ്യതയുണ്ട്. പക്ഷെ പലതും തിയേറ്ററിൽ നിരന്തരമായിട്ട് സാറ്റലൈറ്റ് OTT മൂവീസ് റെഗുലറായിട്ട് പോയിക്കൊണ്ടിരുന്ന കാലമുണ്ട്. വലിയ നഷ്ടം വരാതെയൊക്കെ
ആ രീതിയിൽ ഇപ്പം ഉടലായിക്കോട്ടെ, നദികൾ സുന്ദരി ആയിക്കോട്ടെ, എല്ലാം ബ്രേക്ക് ഈവൺ ആണ്, സേഫ് ആണ്, അങ്ങനത്തെ സിനിമകളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ സത്യം മാത്രമേ ബോധിപ്പിക്കൂ, ബിസിനസ് ഉണ്ടായ സിനിമകൾ. സോ ആ രീതിയിൽ കമേഴ്ഷ്യലി സക്സസ് അല്ലെങ്കിൽ പോലും ബിസിനസ് നടന്നിട്ടുണ്ട് ഇത്തരം സിനിമകൾ, ബ്രേക്ക് ഈവൺ ആയിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദി തിയേറ്റർ ബിസിനസ്, സാറ്റലൈറ്റ് പ്ലസ് OTT-യോട് കവർ ചെയ്യുമ്പോൾ റിക്കവറി നടക്കും. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ അവസ്ഥ മാത്രമല്ല, വലിയ വലിയ സിനിമകൾ, ഇവിടെ ഓടിയ സിനിമകളടക്കം ബിസിനസ് ആവുന്നില്ല, സാറ്റലൈറ്റ് പോകുന്നില്ല. ബിക്കോസ് അത് ഒരു ക്രൈസിസ് ഉണ്ട്. ക്രൈസിസ് എന്ന് വെച്ചാൽ അത് അവരെടുത്ത് അല്ലെങ്കിൽ OTT അല്ലെങ്കിൽ സാറ്റലൈറ്റ് അല്ലെങ്കിൽ അവർ ഭയങ്കര ചൂസി ആയി തുടങ്ങി. ഫിൽട്രേഷൻ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് മലയാള സിനിമയുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് റീജിയണൽ കണ്ടന്റിനോടുള്ള മെയിൻ സ്ട്രീം OTT പ്ലാറ്റ്ഫോംസ് ഒക്കെ അവര് ഭയങ്കരമായിട്ട് ഫിൽട്ടർ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഓടിയതിനു ശേഷം പ്രീ റിലീസ് അല്ലെങ്കിൽ പ്രീ ബിസിനസ് നടക്കുന്നത് ഭയങ്കരമായി കുറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഡിപ്പ് വന്നു. ഇപ്പൊ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഒരു കഴിഞ്ഞ ഒരു 6 months 7 months ഈ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങിയ തൊട്ടിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഇത് തൊട്ടിട്ട് ഭയങ്കരമായിട്ടുള്ള ലാസ്റ്റ് ക്വാർട്ടർ മുതൽ തുടങ്ങി. അപ്പം ആ രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ഫിൽട്രേഷൻ നടക്കുന്നത് കൊണ്ട് ഇനി നല്ല കണ്ടന്റും നല്ല സിനിമയും തിയേറ്ററിൽ ഓടിയിട്ട് ആഫ്റ്റർ ബിസിനസ് മാത്രമേ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇനി ഡെഫിനറ്റ് ആയിട്ടും ഓടിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ നല്ല കണ്ടന്റും കൊണ്ട് ആൾക്കാർ വന്നാൽ മാത്രമേ ആർക്കാണെങ്കിലും പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, സർവൈവൽ ഉള്ളൂ. ഇപ്പൊ ഞാൻ ശ്രീനി സാറിനോട് സംസാരിക്കുമ്പോൾ അതിൽ പറഞ്ഞ ഒരു കാര്യം, ഇപ്പൊ ധ്യാൻ എടുത്തൊരു പ്രൊഡ്യൂസർ വരാണെങ്കിൽ ഇത്ര രൂപയ്ക്ക് ഈ സിനിമ എടുത്താൽ കഷ്ടിമുഷ്ടി രക്ഷപ്പെട്ടു പോകാം എന്ന് ധ്യാൻ പറയും. ധ്യാൻ അങ്ങനെ ജഡ്ജ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട് എന്നാണ്. അത് എപ്പോഴും ആ ജഡ്ജ്മെന്റ് കറക്റ്റ് ആവാറുണ്ടോ? അതാണ് ഇത് ഭയങ്കര വേവറിങ്, ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണല്ലോ ഇൻഡസ്ട്രിയുടെ ബിസിനസ്സും പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ പറയാറുണ്ട്, ഭയങ്കര എനിക്ക് വന്ന വലിയ സിനിമകളിൽ വലിയ എക്സ്പെൻസിലൊക്കെ വന്ന സിനിമകളുണ്ട്. 4 കോടി 5 കോടിയുടെ സിനിമകളൊക്കെ ഞാൻ വേണ്ടെന്ന് വെച്ച സിനിമകളുണ്ട്. കണ്ടന്റ് നന്നായിട്ട് പോലും റിസ്ക് എടുക്കണ്ട, ഞാൻ അങ്ങനത്തെ സിനിമകൾ ചെയ്യണം. ബിക്കോസ് നമുക്കറിയാം ഏതൊരു ആക്ടർ ആണെങ്കിലും അങ്ങനെയുള്ള സിനിമകൾ പിക്ക് ചെയ്യുള്ളൂ. പക്ഷെ അയാൾ ഉണ്ടാക്കി വരുത്തുന്ന ലോസ് ഇൻഡസ്ട്രിക്ക് ഭയങ്കര വലുതായിരിക്കും. മെയിൻ സ്ട്രീം ആക്ടേഴ്സ് ഇപ്പൊ കഴിഞ്ഞ പല മെയിൻ സ്ട്രീം ആക്ടേഴ്സും സിനിമ ചെയ്തിട്ട് വലിയ 30 കോടി 40 കോടിയുടെ പടങ്ങൾ ഇപ്പം അടുത്ത് പോലും ഇറങ്ങിയ സിനിമകളൊക്കെ ബിസിനസ് ആവാതെ അട്ടർ ഫ്ലോപ്പ് ആകുമ്പോൾ അവർ ഇൻഡസ്ട്രിക്ക് വരുത്തി വെക്കുന്നത് അത്ര വലിയ ലോസ് നമ്മൾ വരുത്തി വെക്കാൻ പാടില്ല എന്നുള്ളൊരു ഡിസിഷൻ എനിക്കുണ്ട്. അത്ര വലിയ ലോസ് നമ്മൾ താങ്ങാൻ പറ്റുന്നതിനപ്പുറത്തൊരു ലോസ് ആണ് അതൊക്കെ. അപ്പൊ കുഞ്ഞു സിനിമകൾ ചെയ്യുമ്പോൾ അതിന്റെ റിസ്ക് എലമെന്റ് കുറവാണ്. ഒരു 2.5 അല്ലെങ്കിൽ അതിന് ലെസ് ദാൻ 3 നമ്മൾ ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ വരുന്ന പ്രൊഡ്യൂസേഴ്സ് ഒക്കെ മിക്ക ആൾക്കാരും അവര് സിനിമ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവർ ഏതെങ്കിലും രീതിയിൽ ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ സിനിമയിൽ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരായിരിക്കും ആ രീതിയിൽ. അപ്പൊ മിക്ക ആൾക്കാരും വരുന്നത് അവർക്കതിന്റെ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. സിനിമയിൽ നിന്ന് ഭയങ്കരമായിട്ടൊരു ഇതുണ്ടാക്കി അവർക്ക് ജീവിക്കേണ്ട അവസ്ഥ ഉള്ള ആൾക്കാരൊന്നും അല്ല മിക്കവരും. അവർക്ക് വേണ്ടത് നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, നല്ല സിനിമ ഉണ്ടാക്കുക, അതിലൂടെ നല്ലൊരു പേരുണ്ടാക്കുക. അതിന്റെ വരുംവരായികൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലോസിനെ കുറിച്ച് ചിന്തിക്കാതെ വരുന്നതാണ് മിക്ക പ്രൊഡ്യൂസേഴ്സ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്. അതേ വാണ്ടഡ് ടു മേക്ക് എ പ്രൊഡക്റ്റ്, അത് നന്നാക്കണം, ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. അവർക്കത് മേ ബി ചില ആൾക്കാർ ഒരെണ്ണം തുടങ്ങിയിട്ട് രണ്ടാമത്തേലൊക്കെ കുറച്ചുകൂടെ അത് പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം രണ്ടാമത്തേൽ കുറച്ച് നന്നാവാം. എല്ലാ ബിസിനസ്സും അങ്ങനെയാണല്ലോ, ഒന്ന് അവർ ട്രൈ ചെയ്യും. ഇവരൊക്കെ ബിസിനസ്സുകാരാണ് മിക്കവരും വരുന്ന ആൾക്കാരൊക്കെ. അപ്പം ഞാൻ ബിഗിനേഴ്സ് ആയിട്ടാണ് മിക്ക പടങ്ങളും ചെയ്തത്, പ്രൊഡക്ഷൻ ഹൗസസ്. അപ്പൊ അവർക്കൊക്കെ വരുമ്പോഴൊക്കെ അവർ പറഞ്ഞു നമ്മളിതൊന്നും ശരി ചെയ്ത് നോക്കാം. അപ്പം അവരുടെ പ്രൈമറി ബിസിനസ് വേറെയാണ് പലപ്പോഴും. അപ്പൊ അവർക്ക് ഭയങ്കരമായിട്ടുള്ള എല്ലാം അവർക്കൊക്കെ സക്സസ്ഫുൾ ബിസിനസ്സുകാരാണ് വന്നൊരു സിനിമയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവർ മണ്ടമാരൊന്നുമല്ല ഒരു സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ. അവർക്ക് അതിന്റെ വരുംവരായികളും എല്ലാത്തിനെ കുറിച്ചും കൃത്യമായിട്ട് അറിവുള്ള ആൾക്കാർ തന്നെയാണ് മിക്ക വന്ന ആൾക്കാരൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാറുണ്ട് ഇത് ഇങ്ങനെയൊക്കെയാണ്, നമുക്ക് ഇത്രയൊക്കെ എന്തുള്ളൂ, അവർക്കത് അറിയുകയും ചെയ്യാം. പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇപ്പൊ ഈ ഒരു റൈറ്റർ കൂടി ആയ ശേഷം സിനിമകളുടെ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇപ്പൊ ധ്യാൻ പറയുന്ന പോലെ ധ്യാൻ സാമ്പത്തിക അല്ലെങ്കിൽ പൈസ ഇട്ടാണ് സിനിമ ചെയ്യുന്നതെന്ന് പറയുമല്ലോ, അതുപോലെ തന്നെയാണോ? ഒരു കാറ്റഗറി അതാണോ അല്ലെങ്കിൽ എന്താണ്? ഇന്നിപ്പോ എന്നോട് ചോദിച്ചിട്ടുള്ള ചേട്ടാ പടങ്ങളൊന്നും കാണലല്ലോ, എന്താണ് നിങ്ങൾ ഒരുപാട് ചൂസ് ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ ചൂസ് ചെയ്യാന്നല്ല, കുറേ പോലീസ് കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് ചിലര് പറയുമ്പോൾ ഒഫൻഡഡ് ആവും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയല്ല നമ്മൾ വെറുതെ സ്റ്റിഫായിട്ട് വീണ്ടും ഒരു യൂണിഫോം ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ 1-2 നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അല്ലാതെ വേറെ അങ്ങനെയൊന്നുമില്ല. റൈറ്റർ ആയത് നമ്മളത് അത്രയും ഒരു എഫേർട്ട് എടുത്ത് അത്രയും സമയം എടുത്തുകൊണ്ട് അത്രയും വൃത്തിക്ക് അത് ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ വീണ്ടും ഒരു പരിപാടി ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല.
ഇതിലും നമ്മൾ അതിനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം പോയി കിട്ടും. അപ്പൊ അടുത്ത എഴുത്തിനെ കുറിച്ചൊന്നും ആലോചന പറഞ്ഞ എന്റെ കുറച്ച് വർക്കുകൾ ഇപ്പൊ റോബിക്ക് ഇഷ്ടമുള്ള ഒരു പ്ലോട്ട്, റോബി താല്പര്യമുള്ള ഒരു പ്ലോട്ട് പറഞ്ഞു. അപ്പൊ അതിനെ കുറിച്ചുള്ള ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് ഒരു സാധനം ചെയ്യുമ്പോൾ അതിന്റെ പെർഫെക്ഷനിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ നമ്മൾ ഇതോടനുബന്ധപ്പെട്ട് കണ്ണൂർ സ്ക്വാഡ് എഴുതുന്ന സമയത്ത് നമ്മൾ IPS കേഡർ ഓഫീസേഴ്സ്, അതുപോലെ തന്നെ ASI, മറ്റേ നമ്മുടെ കണ്ണൂർ സ്ക്വാഡ് മെമ്പേഴ്സ്, അതുപോലെ തന്നെ പല ലീഗൽ ഓഫീസേഴ്സ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എന്തൊക്കെ ഇഷ്യൂസ് കൂടെ പോകുന്നത്. ഒരു PF ലോൺ എടുക്കാൻ എന്തൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഏത് സ്റ്റാഫിനായിട്ടാണ് അവർ ഇന്ററാക്ട് ചെയ്യുക. ഇപ്പൊ നമ്മള് ചില IPS-കാരോട് നമ്മൾ ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന IPS-കാർക്കുള്ളപ്പോൾ ഏറ്റവും വലിയ ഒരു ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് അവർ കാണുന്നത് ബിക്കോസ് വി ഹാവ് ഗോട്ട് എ വെരി ഹൈ ലിറ്ററസി. സോ അതിന്റെ ഇവിടെ കുറച്ചും കൂടി കംഫർട്ട് ആയിരിക്കും വർക്ക് എന്ന് പറഞ്ഞാൽ മറ്റ് സ്റ്റേറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ തമിഴ്നാട്, ആന്ധ്ര ആൻഡ് കർണാടക. അപ്പൊ ഇത് നമുക്ക് ഒരു ലൈനാ പറയുന്നത്. അപ്പൊ അവരുടെ പോസ്റ്റിംഗ് അവർ ഇങ്ങോട്ട് ചോദിച്ചു വരും. ബട്ട് ആക്ച്വലി സിസ്റ്റം വർക്ക്സ് ഇൻ ദ സെയിം വേ ഇൻ ഓൾ ഓവർ ഇന്ത്യ. പിന്നെ അവിടെ ചിലപ്പോൾ ഒരു വംശീയ അധിക്ഷേപം, ഇപ്പൊ നമ്മളൊരു ലോ കാസ്റ്റിനെ ചിലപ്പോൾ അവിടെ ഓപ്പൺ ആയിട്ട് എല്ലാം അബ്യൂസ് ചെയ്യായിരിക്കും. അങ്ങനെയുള്ള ആർട്ടിക്കിൾ 375 അങ്ങനത്തെ ഒരു മൂവിയാണ്. അപ്പൊ അങ്ങനത്തെ ഒക്കെ പരിപാടി ഇവിടെ ഇല്ല. അവിടെ നമ്മൾ കുറച്ചും കൂടി മാന്യമായിട്ടാണ് നമ്മൾ അപ്പൊ അതിനുവേണ്ടി വരുന്നത്. ബട്ട് നമ്മുടെ കണ്ണൂർ സ്ക്വാഡിലെ മനോഹരമായിട്ട് പലപ്പോഴും നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. മറ്റേ ആളന്ന് പറഞ്ഞില്ല, അപ്പൊ ഈ സാധനം ഇവിടെ ആഡ് ചെയ്യാം. അപ്പൊ ഒരുപാട് ടൈം നമ്മൾ അതിന്റെ പുറകെ ഇരുന്ന് അപ്പൊ അത് നമുക്ക് ഗുണകരമായി. ഇപ്പൊ ഞാൻ അടുത്ത് പറഞ്ഞ ചേട്ടാ അത് നമുക്ക് വൃത്തിക്ക് കാണുമ്പോൾ പറയാം നേരെ പണിയെടുക്കുന്നത്. അപ്പൊ ഞാനിന്ന് അവന്റെ അടുത്ത് തിരിച്ചു പറയുന്നത്, ചേട്ടാ എന്ത് മനോഹരമായിട്ടാണ് നീ വർഷങ്ങൾക്ക് ശേഷം ചെയ്തിരിക്കുന്നത്, ഇടയ്ക്ക് വരണമെത്താ. അപ്പൊ ഞാൻ പറയണേ ചേട്ടാ അത് നമുക്ക് ഇതെല്ലാം ഒത്തു വരണ്ടേ. അപ്പൊ ഇപ്പൊ ഞാൻ ഇതേ പറഞ്ഞ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ചേട്ടാ എന്നെ വെച്ച് 8 കോടിക്കും 10 കോടിക്കും ആള് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പൊ ഇയാള് പുള്ളിക്കത് ചിലപ്പോ ഒരു പ്ലോട്ട് കേൾക്കുമ്പോൾ ആ 8 കോടിക്ക് അത് എടുത്ത് ഇയാളെ മുച്ചോട് മുടിക്കണ്ട എന്ന് പുള്ളി തിങ്ക് ചെയ്യുന്നത് നല്ല തോട്ടാണ്. ഇപ്പൊ നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഓക്കെ എന്നെ വെച്ച് ഇത്രയും വലിയ ബഡ്ജറ്റ് ചെയ്യല്ലോ, ഇത് വരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ചേട്ടാ ഞാനിപ്പോ 2.5 കോടിയിൽ 3 കോടിക്ക് നമ്മളൊരു 3 പടം ചെയ്ത പോലും അത്രല്ലേ ഉള്ളൂ. 3 പടം ഇറങ്ങും ജിമ്മിന്റെ ഏതെങ്കിലും ആയിക്കഴിഞ്ഞാൽ അടുത്തിലോട്ട് പോവാം. അങ്ങനെയുള്ള ഭയങ്കര ജഡ്ജ്മെന്റ് ഒക്കെ ഉണ്ട്. പുള്ളി പറഞ്ഞ പോലെ തന്നെ വെറുതെ അങ്ങോട്ട് ചെയ്യല്ല. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് ഓൾ എ ടീം വർക്ക് അല്ലേ. ഇപ്പോൾ ഡയറക്ടർ ഒരു സാധനം ഇപ്പം ധ്യാനിൻ്റെ അടുത്ത് പറയുന്ന കഥ ചിലപ്പോൾ അതിന്റെ പകുതി മനോഹാരിതയിലായിരിക്കും ചിലപ്പോൾ ഒരാൾ കൺസീവ് ചെയ്തത് വിഷ്വൽ ചെയ്യുന്നത്. അപ്പൊ തന്നെ പുള്ളിക്ക് പെട്ടെന്ന് മനസ്സിലാവും സാധനങ്ങളൊക്കെ. അപ്പൊ പിന്നെ അതിന് ഒന്നുകിൽ ഒഫൻഡഡ് ആവാതെ അതിന്റെ ഒപ്പം നിന്ന് അത് തീർക്കുക എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും ചെയ്ത് കാണാറ്. ഇപ്പം ഈ ഒരു റൈറ്റർ എന്നുള്ളൊരു സാധനം ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ അത് ഇടപെടാറുണ്ടോ, ആ വായനയിൽ തോന്നാറുണ്ടോ? ഇപ്പോഴൊന്നല്ല, കുറച്ച് ഉണ്ട്, നമ്മൾ ചോദിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ പറഞ്ഞ പോലെ തന്നെ പണ്ട് നമ്മൾ പല പടങ്ങളിലും ഇംപ്രോവൈസ് ചെയ്യാനൊക്കെ നമ്മൾ ഫോർ എക്സാമ്പിൾ ഗണേഷ്, എന്റെ ലൈഫ് മാറ്റിമറിച്ചതെന്ന് പറഞ്ഞാൽ ഇയാളുടെ ജ്യേഷ്ഠനാണ്. ഇപ്പൊ വിനീതിന്റെ ആദ്യ പ്രൊഡക്ഷൻ സിനിമയിലാണ് ആനന്ദം, അതിലാണ് എനിക്ക് ബ്രേക്ക് കിട്ടുന്നത്, ചാക്കോ മാഷ്. അടുത്ത പടത്തിലും ഹെലൻ, അതിനകത്തും ഞാനുണ്ട്. പിന്നെ വിനീത് പണ്ട് പറഞ്ഞൊരു കഥകളിലൊന്നാണ് മലർവാടി ആർട്സ് ക്ലബ്ബിൽ ഞാൻ വിനീത് പിന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ചേട്ടാ ഫസ്റ്റ് ഷോട്ട് എന്നുള്ള ചേട്ടൻ്റെ മുഖത്താന്നുള്ളത് ഞാനിപ്പോൾ പിന്നെയാണ് അറിഞ്ഞത്. എന്നുവെച്ചാൽ അത് നമ്മുടെ വിട്ടുപോയ ശ്രാവൺ എന്നുള്ളവന് പ്രൈസ് കൊടുക്കുന്നത് ആ പരിപാടി ആദ്യം ഷൂട്ട് ചെയ്ത കൈരളിയില്. അപ്പൊ അത് ഫസ്റ്റ് അപ്പൊ അങ്ങനെ റോബി ആയിരുന്നു ഫസ്റ്റ് നിവിന് പകരം ഓപ്ഷൻ വെച്ചിരുന്ന റോബിനായിരുന്നു നിവിന്റെ റോളിന് മലർവാടി. റോബി കാരണം അന്ന് ഈ നിവിന്റെ ക്യാരക്ടർ ചെയ്യാൻ മാത്രം ആരെയും കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ഒരു ഭയങ്കര ലുക്കിലേക്ക് അന്ന് ഒരു പ്രൊഫൈൽ എന്നൊക്കെ പറഞ്ഞ രണ്ടുപേരും ഒരേപോലെ ഇരിക്കുക കാണാൻ. റോബി എന്ന് പറഞ്ഞാൽ ബ്രദർ കണ്ടസ്കോട്ട് ഡയറക്ടർ. അപ്പം റോബി ആയിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ. അപ്പൊ റോബിയാണ് അത് റിജക്ട് ചെയ്തത്. റോബി റിജക്ട് ചെയ്തു. റോബി അന്ന് റിജക്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ കാഷ്വാലിറ്റിയിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഒരു മാതിരി നുള്ളിപ്പറക്കിയാണ് രാജീവ് മേനോൻ സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു സിനിമാറ്റോഗ്രാഫിക്ക്. അപ്പൊ ഇവന് തിരിച്ചു പോന്നാൽ ഇത് എന്താണ്, ഇത് കിട്ടുമോ കിട്ടില്ല, എനിക്ക് ആ കൺഫ്യൂസ്ഡ് ആയി. ശരിക്കും പറഞ്ഞാൽ ഞാനന്ന് ബ്ലൈൻഡ് ആയിട്ട് അവന്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ മറ്റേ വെച്ചാല് എടാ വിനീതിന്റെ പടമല്ലേ ഞങ്ങൾ പോയി ഉറപ്പായിട്ടും ചെയ്തേനെ പുള്ളി അങ്ങനെ മറ്റേ. പക്ഷെ അയാൾ അതിനൊക്കെ നല്ല ടെക്നീഷ്യൻ ആയിട്ട് മാറി. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിവിന്റെ ഒരു പ്രൊസിഷൻ ഒന്നും റോബിക്കില്ല. നിവിൻ ഭയങ്കരമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിന്റെ പരിപാടി ഏതൊക്കെ വർക്കും ഭയങ്കര പ്രൊസിഷനുള്ള ആളാണ്. റോബി അങ്ങനത്തെ ഒരാളൊന്നല്ല. ഇപ്പൊ റോബി പറഞ്ഞ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസും പറഞ്ഞാൽ പുള്ളി നിന്ന് നല്ല കുറച്ച് പടങ്ങൾ തട്ടത്തെയും. അതുപോലെ തന്നെ വേറെ ഗുരുത്വം വെച്ചാൽ പുള്ളി മറ്റേ ഇങ്ങോട്ട് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആദ്യത്തെ പടം ഉസ്താദ് ഹോട്ടലായിരുന്നു. പിന്നെ സ്ട്രേറ്റ് അവേ ഗോൺ ടു തലശ്ശേരി ഫോർ തട്ടത്തെയും പറയുന്നത് ഫോളോഡ് ബൈ തിരയൊക്കെ റോബിയുടെ തുടക്കകാലം നമ്മൾ തുടങ്ങിയ ഇതുണ്ട്. പുള്ളിയുടെ പടം സിനിമാറ്റോഗ്രാഫി ലവ് ആക്ഷൻ ചെയ്ത റോബി. ശരിയാണല്ലോ, ലവ് ആക്ഷൻ അങ്ങനെ ഒരു എന്താ പറയാ നമ്മൾ കുടുംബപരമായിട്ട് ഭയങ്കര ഒരു
പിന്നെ എന്തിനാ പറഞ്ഞത്, ഞാൻ സത്യം മാത്രം ബോധിപ്പിക്കുക ചെയ്യണ സമയത്ത് ഇതിന്റെ ഒരു ബേസ് പ്ലോട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ആദ്യ വ്യക്തികളിൽ ഒരാള് ഓക്കെ. ഞാൻ ഏകദേശം 2-3 വർഷം മുന്നേ ഞാൻ ഇതൊക്കെയാണ് എന്റെ പരിപാടി, ഇങ്ങനെയൊക്കെയാണ്. ചേട്ടാ കൊള്ളാട്ടോ അത് പരിപാടി ഓക്കെയാണ്. അപ്പൊ ധ്യാൻ അതുപോലെ തന്നെ ധ്യാന്റെ കയ്യിലുള്ള വേറൊരു പോലീസ് സബ്ജക്റ്റിന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ അത് ആരാന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇന്ന് ഞാൻ ധ്യാനം കണ്ടു ചോദിച്ചു, ചേട്ടാ അതിന്റെ പരിപാടി എന്താ ചേട്ടാ, അതിങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ്. ഭയങ്കര നല്ല സ്റ്റോറി ടെയിലറാണ് പുള്ളി. ഇരുന്നൊക്കെ നമ്മൾ കുറച്ച് പടങ്ങൾ കുറച്ച് പുള്ളി എഴുതാൻ തുടങ്ങി കഴിഞ്ഞാൽ വേറൊരു ആസ്പെക്ട് നമുക്ക് കിട്ടും, സിനിമയ്ക്ക് ഗുണകരമാവും. ധ്യാന്റെ അടുത്ത സിനിമ എന്താ വരാത്തത്? കുറെ നാളായില്ലേ ഇത്രയൊക്കെ സംസാരിച്ചിട്ട് ഞാൻ അടുത്തൊരു സിനിമ ചെയ്യുമ്പോ അത് വളരെ വളരെ കാരണം പിന്നെ ഇന്നത്തെ അവസ്ഥ പ്രത്യേകിച്ച് അത് നമുക്ക് എല്ലാവർക്കും ഒരു സക്സസ് ഉണ്ടായി കഴിഞ്ഞാലും അതൊരു ബാഗേജ് ആണല്ലോ. ഇപ്പൊ കണ്ണൂർ സ്ക്വാഡ് കഴിഞ്ഞിട്ട് അടുത്തൊരു സിനിമ ചെയ്യുമ്പോൾ അതിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ റോണിച്ചേട്ടൻ ഒരു പടം എഴുതുമ്പോ ഇതെല്ലാം മനസ്സിലൂടെ കടന്നു പോകും. കാരണം അതൊരു വലിയൊരു ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം സിനിമ എഴുതുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ലവ് ആക്ഷൻ കഴിഞ്ഞിട്ട് 5 വർഷമായി. എന്തൊക്കെ പറഞ്ഞാൽ അത് തിയേറ്ററിൽ ഓടിയ സിനിമയാണ്. രണ്ടാമത്തെ സിനിമ ഏതൊരു ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം, റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള രണ്ടാമത്തെ സിനിമയാണ്. രണ്ടാമത്തെ സിനിമയും കൂടെ ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ ഒരു കോൺഫിഡൻസ് നമുക്ക് പിന്നെയും കിട്ടും. എന്നുള്ളൊരു സാധനം. അപ്പം ആ രീതിയിൽ വളരെ വളരെ ആലോചിച്ച്, ബിക്കോസ് ഇന്നത്തെ എല്ലാതരം ഓഡിയൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സിനിമ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി ആ രീതിയിൽ. അപ്പം അങ്ങനെ ഒരു സിനിമ ആയിരിക്കണം, അങ്ങനെ ഒരു കഥ മനസ്സിലുണ്ട്. ഞാനത് പിച്ച് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ജസ്റ്റ് 1-2 പേരെടുത്തൊക്കെ ഇങ്ങനെ സംസാരിച്ച് അതിന്റെ ഒരു കഴിഞ്ഞിട്ടുണ്ട്, ഒരു പരിപാടി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് ഞാൻ പ്രോബ്ലി അടുത്ത വർഷം എൻഡ് അല്ലെങ്കിൽ അടുത്ത വർഷം മിഡ് കഴിഞ്ഞതിന് ശേഷം തുടങ്ങാന്നൊക്കെയുള്ള രീതിയിൽ നിൽക്കും. അത് എന്ത് ജോൺറാന്ന് പറയാൻ താല്പര്യമുണ്ട്. അതായത് ഇപ്പൊ ധ്യാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അഭിനയിക്കാൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ ഫിലിം മേക്കിംഗ് എന്നുള്ളത് ധ്യാൻ്റെ ഒരു പാഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം ലവ് ആക്ഷൻ ഡ്രാമ ഒക്കെ ഒരു ഫസ്റ്റ് സിനിമയായിട്ട് വന്നു, പക്ഷെ അതേ ഒരു ട്രാക്കിലാണോ ധ്യാൻ്റെ ഇനിയുള്ള യാത്ര, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ? എല്ലാ ടൈപ്പ് ഓഫ് സിനിമ എഴുതാനും എല്ലാ ടൈപ്പ് ഓഫ് സിനിമയും കാണുന്ന ആളാണ്, എല്ലാ തരത്തിലുള്ള സിനിമയും ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഇന്ന ജോണറിലുള്ള സിനിമ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് സിനിമകള് അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ ആസ് എ ടെക്നീഷ്യൻ എനിക്ക് താല്പര്യമില്ല. അപ്പം നെക്സ്റ്റ് സിനിമ ജോണർ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി റൊമാൻറ്റിക് ഡ്രാമയാണ്. അപ്പോ അത് കഴിഞ്ഞിട്ട് ഫോളോ ചെയ്യുന്ന സിനിമകളൊക്കെ ത്രില്ലറും പരിപാടികളും ജോണർ ഷിഫ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷെ അടുത്തത് കൂടെ റോം-കോം എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനം. ഇപ്പം തിരയുടെ 2ാം ഭാഗം ഒരു പക്ഷേ സംവിധാനം ചെയ്തേക്കാം എന്ന് പറഞ്ഞു. അപ്പം നെക്സ്റ്റ് ചെയ്യുമ്പോൾ അതായിരിക്കില്ല അല്ലെ? അത് കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം തിര 2 ഇപ്പം അനാഥപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. കാരണം ചേട്ടൻ അത് ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനം എടുത്തു. അതിന് ഓവർ ദ ഇയേഴ്സ് ഒരു ഫാൻ ബേസ് ഉണ്ടായി കുറച്ചു പേർക്ക്. എന്ന് വെച്ചാൽ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആൾക്കാർ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു സിനിമ അല്ലെങ്കിൽ പോലും തിര ഫസ്റ്റ് പാർട്ടിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആണ് തിര 2 ആക്ച്വലി. കാരണം അതിന്റെ ഒരു ക്യാൻവാസും അതിന്റെ ഒരു ഇതൊക്കെ കുറച്ചുകൂടെ വലുതാണ്. അപ്പൊ തിര 1-ല് ഏട്ടൻ പല കാര്യങ്ങളും തട്ടത്തൻ മറത്തിന് ശേഷം വരുന്ന സിനിമ ആയതുകൊണ്ട് ഏട്ടൻ കുറച്ചൊരു എക്സ്പെരിമെന്റൽ ആയിട്ടും അതോടൊപ്പം തന്നെ ഏട്ടൻ കുറച്ചൊരു ഒരുപാട് മൂവിംഗ് ഷോട്ട്സ് ഉണ്ടായിരുന്നു, ജോമന്റെ ഷോൾഡർ ഷോട്ട്സും. അതും അതോടൊപ്പം തന്നെ ആ കണ്ടന്റ് എത്രത്തോളം കുറച്ച് അഹെഡ് ഓഫ് ടൈം ആയിരുന്നു ആ സിനിമ, കാലം തെറ്റി ഇറങ്ങിയ സിനിമ. അപ്പൊ അതോടൊപ്പം തന്നെ ആ സിനിമയിൽ പുള്ളി വളരെ എന്താ പറയണ്ടേ എ സർട്ടിഫിക്കറ്റ് കിട്ടുമോ, അല്ലെങ്കിൽ സെൻസർ ഇഷ്യൂസ് വരുമോ, അതുകൊണ്ട് തന്നെ പല സാധനങ്ങളും ചെയ്യാൻ വിചാരിച്ച സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടുണ്ട് പല പോർഷൻസും ഇനീഷ്യൽ റൈറ്റിംഗ് സമയത്ത് തന്നെ. അപ്പൊ അത് വായിച്ച സമയത്ത് എനിക്ക്, കാരണം എന്റെ കസിൻ എഴുതി രാകേഷ് എന്ന് പറഞ്ഞിട്ട്, പുള്ളി ഗോതയൊക്കെ എഴുതിയ പുള്ളിയാണ്. അപ്പൊ പുള്ളി എഴുതി വെച്ചത് പലതും ഷൂട്ട് ചെയ്യാതെ പോയി. അപ്പൊ അത് അന്ന് ഏട്ടന് തട്ടത്തിൻ മറയത്ത് കൊടുത്തൊരു ബാഗേജ് അല്ലെങ്കിൽ ആ ഇമ്പാക്ട്. കാരണം നെക്സ്റ്റ് വരുന്ന സിനിമ ശ്രീഹാസൻ പടം ഒരിക്കലും എല്ലാ സെറ്റ് ഓഫ് ഓഡിയൻസിനും കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എന്നുള്ള പുള്ളിയുടെ ഒരു നിർബന്ധം കൊണ്ട് തന്നെ കുറെ ഫിൽട്രേഷൻ നടന്നു. തിര 2 അങ്ങനെ ആയിരിക്കില്ല, കാരണം ഏട്ടനല്ല ഇത് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ കുറച്ചുകൂടെ റോ ആസ്പെക്റ്റിലും കുറച്ചുകൂടെ അതിന്റെ പ്രത്യേകിച്ച് ട്രാഫിക്കിംഗ് അല്ലെങ്കിൽ അതുപോലെ സംഭവങ്ങളൊക്കെ കാണിക്കും. നമ്മൾ അതിനെ റോ ആയിട്ടും അതിന്റെ ബ്രൂട്ടലായിട്ടുള്ള അവസ്ഥയും റിയൽ കോണ്ടന്റ് കാണിച്ചാലും മാത്രമേ അതിന്റെ ബ്രേക്കിംഗ് പ്രോസസ്സുകളും അതൊക്കെ കാണിച്ചില്ലെങ്കിൽ അതിന് ഇമ്പാക്ട് ഉണ്ടാവില്ല. അപ്പൊ തിര 2 കുറച്ചുകൂടെ ഇപ്പത്തെ ഓഡിയൻസിന് ഡൈജസ്റ്റ് ആവുന്നത്. ബിക്കോസ് അതിനുശേഷം സിനിമ മാറി, ആൾക്കാർ ത്രില്ലർ സിനിമകൾ എല്ലാ ടൈപ്പ് ഓഫ് സിനിമകളും അതിനുശേഷം എനിക്കൊന്ന് സീരീസും വെബ് സീരീസും ഒക്കെ വന്നു തുടങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ
ആൾക്കാർ എഡ്ജ് ഓഫ് ദ സീറ്റ് അല്ലെങ്കിൽ സീറ്റഡ് ആയിട്ട് ത്രില്ലേഴ്സ് ഒക്കെ കണ്ടു തുടങ്ങിയ സമയത്ത് ഇന്ന് അതിനൊരു കുറച്ചുകൂടെ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് തിര 2 എന്ന് തോന്നുന്നു. അപ്പം ഇഫ് അറ്റ് ഓൾ എന്താ പറയണ്ടേ, എല്ലാം പരിപാടിയൊക്കെ ഒത്തു വരുവാണെങ്കിൽ ആഫ്റ്റർ ഈ പടം കഴിഞ്ഞതിന് ശേഷം ഈ റോംകോം ശേഷം ഒരു ഐഡിയയിൽ മനസ്സിലാവും. അപ്പൊ അപ്പോഴേക്ക് കമ്മിറ്റ് ചെയ്ത പ്രോജക്റ്റുകൾ തീരാറാവും അല്ലേ? അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതല്ല, ഡയറക്ഷനിൽ കിടക്കുമ്പോൾ ഒരു ഫുൾ ടൈം ഇത് അൾട്ടിമേറ്റ്ലി വെച്ചാൽ നമുക്ക് ഓൾട്ടർനേറ്റ് ഒരു കരിയർ ഓപ്ഷൻ ഇല്ലെങ്കിൽ ടു സർവൈവ് ഇൻ ഇൻഡസ്ട്രി ഇപ്പം നമുക്ക് വലിയ പാടാം. കാരണം ഇപ്പൊ ഇവിടുത്തെ ദിലീഷ് ചേട്ടൻ ആയിക്കോട്ടെ, ജോൺ ചേട്ടൻ ആയിക്കോട്ടെ, ഇവരൊക്കെ ഉഗ്രൻ ടെക് മേക്കേഴ്സാ. അവരെന്തുകൊണ്ട് ഡയറക്ട് ചെയ്യുന്നില്ല? കാരണം അതിന്റെ പ്രധാന കാരണം അതിനെടുക്കുന്ന സമയം, എഫേർട്ട്, പിന്നെ നമുക്കൊരു ഓൾട്ടർനേറ്റ് ഒരു കരിയർ ഓപ്ഷൻ നിൽക്കുമ്പോൾ അഭിനയിച്ച് നമുക്ക് പിന്നെ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആ രീതിയിൽ. അപ്പം സിനിമകൾ വരുമ്പോൾ ക്യാരക്ടർ റോൾസ്, ഇപ്പൊ ഞാൻ എല്ലാ ടൈപ്പ് റോൾ, ഞാൻ നായക വേഷം മാത്രമല്ല ഇന്ന്. ഇപ്പൊ മലയാളിയിൽ ഞാൻ ചെയ്തു, ഇപ്പൊ അടിയറിൽ ഞാൻ പോയിട്ട് ക്യാമിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാനിപ്പം ഇപ്പൊ റഹ്മാനിക്കയുടെ ഒമറിന്റെ പടത്തിൽ ക്യാരക്ടർ റോളാണ്. അപ്പൊ അങ്ങനത്തെ നമ്മളെ അൽത്താഫിന്റെ ഓടും കുതിര ചാടും കുതിര ഒരു ക്യാരക്ടർ റോൾ ചെയ്യുന്നു. അപ്പൊ എല്ലാ കൈൻഡ് ഓഫ് സിനിമകൾ ചെയ്യുക, എല്ലാ ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുക, എല്ലാ ടെക്നീഷ്യന്മാരുടെ കൂടെ വർക്ക് ചെയ്യുക, അങ്ങനെ ഇന്ന ചെയ്യുന്നുള്ള നിർബന്ധം ഇതൊന്നും നമുക്ക് ഇല്ലാത്തടത്തോളം നമുക്ക് എന്ത് വേണം എക്സ്പ്ലോർ ചെയ്യാം ആസ് എൻ ആക്ടർ. പക്ഷെ ആസ് എ ടെക്നീഷ്യൻ നമുക്ക് ആ രീതിയിൽ, ബിക്കോസ് വി ക്രിയേറ്റേഴ്സ് ആവണം എന്നുള്ള സമയത്ത് നമുക്ക് ആ റിസ്ക്കും ചാൻസും എടുക്കാൻ പറ്റില്ല. അത് ഷോർട്ടായിട്ട് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു പരിപാടിക്ക് നമ്മൾ ഇറങ്ങാനും നിൽക്കാനും പാടുള്ളൂ. ധ്യാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, വിനീത് ശ്രീനിവാസൻ ഫെയിലേഴ്സ് ഏറ്റെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നെ പോലെ അല്ല. ഇപ്പൊ ധ്യാൻ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്ന പോലെ എടുക്കണമെന്നില്ല. പുള്ളി ഇത് എങ്ങനെയാണ് എടുക്കുന്നത്? എനിക്കറിയില്ല, പുള്ളിയോട് തന്നെ ചോദിക്കണം. ഞാൻ സംസാരിച്ചിട്ടില്ല. ഓക്കെ, ഒന്നും സംസാരിച്ചിട്ടില്ല. ഇല്ല, ഞങ്ങൾ അങ്ങനെ വല്ലപ്പോഴും വിളിക്കുക മാത്രമേ ഉള്ളൂ. പ്രണവിനെതിരെയൊക്കെ വരുന്നുണ്ടല്ലോ, പ്രണവും ഇങ്ങനെ തന്നെയാണ്? അതും അറിയില്ല. പ്രണവ് അയാളുടെ ജോലി ചെയ്തു, അയാൾ അതിന്റെ നേരത്തെ പറഞ്ഞ പോലെ പുള്ളി ഒരു നമുക്ക് പുള്ളിനൊരു മെയിൻ സ്ട്രീം, പുള്ളി ഒരു മലയാള സിനിമയുടെ എന്താ പറയണ്ടേ, പുള്ളി പലപ്പോഴും സിനിമ ചെയ്ത് പോകുന്ന ഒരാളെന്നതിന് അപ്പുറം പ്രണവിന് സിനിമയോട് ഇഷ്ടമുണ്ട്. ഡെഫിനറ്റ്ലി സിനിമയോട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടവും ഇതൊക്കെ ഉണ്ട്. പക്ഷേ അതൊരു എനിക്ക് തോന്നുന്നില്ല പ്രണവ് സ്റ്റിൽ ഡിസ്കവറിങ്. എന്നോട് ചോദിച്ചപ്പോഴും ഞാൻ ചോദിച്ചു എന്താണ് ലൈഫിൽ മുന്നോട്ട്, ഡിസ്കവറിങ് അതാണ്. അപ്പൊ പുള്ളി ഇതിൽ തന്നെ ഒരു കാര്യം ചെയ്ത് ഇനിയും ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള ഒരു ആക്ടർ ആവാൻ പോകുന്ന ഒരു ആളായിട്ടും തോന്നിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പ്രണവിന് ഒരു രീതിയിൽ ഇത് ഇപ്പം നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ തമ്മിൽ ഭയങ്കര വൈബ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ സിനിമയ്ക്ക് ശേഷം അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ആ ഒരു സൗഹൃദം നിൽക്കുന്നുണ്ടോ? ഞാൻ പൊതുവെ അങ്ങനെ സൗഹൃദം കീപ്പ് ചെയ്യാത്ത ഒരാളാണ്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ സൗഹൃദം വേണ്ടെന്ന് വെച്ചിട്ടില്ല. നമുക്ക് വല്ലപ്പോഴും ഞാൻ ഷൂട്ടും പരിപാടിയൊക്കെ ആയിട്ട് നമ്മൾ അവരവരെ ലൈഫിൽ അവനവൻ്റെ ലൈഫും കാര്യങ്ങളും യാത്രയും പരിപാടിയായിട്ട് പല സ്ഥലങ്ങളിലാണ്. അപ്പോൾ നമ്മൾ അതിനിടയിൽ വിളിച്ചിട്ട് നമ്മൾ കീപ്പ് ഇൻ ടച്ച് അല്ലെങ്കിൽ ഈ പരിപാടി പുള്ളിക്കും ഇല്ല എനിക്കും ഇല്ല. അപ്പം അങ്ങനത്തെ ഒരേപോലത്തെ ആൾക്കാരായതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ഞാനിപ്പോൾ ചെന്നൈയിൽ ലാസ്റ്റ് ടൈം മെസ്സേജ് അയച്ചപ്പോൾ ചെന്നൈ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. ഇനി ആ വരുന്ന സമയത്ത് കാണും. വിളിക്കൽ സുഖമാണോ അങ്ങനത്തെ പരിപാടികളില്ല. ഇപ്പൊ വിനീതിന്റെ തന്നെ അടുത്ത സിനിമ ത്രില്ലർ ആണല്ലോ, അതിന്റെ കഥയെ കുറിച്ച് അറിയോ എന്തെങ്കിലും? ജസ്റ്റ് ഒരു ഐഡിയ അറിയാം, അത്ര മാത്രം. ചെന്നൈ ഉണ്ടോ? ചെന്നൈയിൽ നടക്കുന്ന ഇത്തവണ ചെന്നൈ ഇല്ല. ചെന്നൈ ഇല്ല. പക്ഷെ ഇവിടെയും കുറച്ച് തമിഴന്മാരെ കുത്തി കയറ്റുമായിരിക്കും ചെന്നൈക്കാർ. ഈ ഇടയ്ക്ക് എനിക്കൊന്ന് റെഡിറ്റിലാന്ന് തോന്നുന്ന ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ഈ ഒരാൾ പറഞ്ഞിരുന്നല്ലോ സെറ്റിൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും, അതിനെ ഗ്ലോറിഫൈ ചെയ്ത് ഒരു ഡയറക്ടർ സംസാരിക്കുകയും, അത് കുറെ വിവാദമായി ചെയ്തു. അപ്പോൾ അതിലൊരാൾ എഴുതിയേക്കാണ് ഏറ്റവും നന്നായി വർക്ക് ചെയ്യാൻ പറ്റുകയും പഠിക്കാൻ പറ്റുകയും ചെയ്യുന്ന കുറച്ച് പേരിൽ ഒരാൾ വിനീത് ശ്രീനിവാസനാണ് എന്നുള്ള രീതിയിൽ ബേസിന്റെ പേരൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ധ്യാൻ എന്താ തോന്നിയിട്ടുള്ളത് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ? കാരണം പുള്ളി ഭയങ്കര സെൽഫിഷ് ഫിലിം മേക്കറാണ്. പുള്ളി ഇപ്പം പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന അസിസ്റ്റൻസിനും അസോസിയേറ്റുമാർക്കും സുഖമാണ്. കാരണം അവർക്ക് വലിയ പണിയൊന്നുമില്ല, പുള്ളീനെ എല്ലാ പണിയും ചെയ്തോളും. അപ്പോൾ ആരും ചീത്ത വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. പുള്ളീനെ നോക്കിക്കോളും, പുള്ളീനെ ആക്ഷൻ കണ്ടിട്ട് നോക്കും, പരിപാടി നോക്കും. അസിസ്റ്റന്റ് ഡയറക്ടർ ചിന്തിക്കുന്നതിന് മുന്നേ പുള്ളി പരിപാടി തീർത്തിട്ട് പോയിട്ടുണ്ടാവും. പിന്നെ പ്രീ പ്ലാനിങ് ഇതൊക്കെ സെറ്റിൽ ചീത്ത വിളിക്കേണ്ട കാര്യം പലപ്പോഴും വരുന്നില്ല. അതിൻ്റെ ഒരു കോർഡിനേഷനും പ്രീ പ്രൊഡക്ഷൻ പ്രീ വർക്ക്സ് ആ വർക്ക് പക്കയാണെങ്കിൽ സെറ്റിൽ പോയിട്ട് അപ്പോൾ അങ്ങനത്തെ വർക്ക് നടക്കാതെ വരുമ്പോഴാണ് ഈ പറഞ്ഞ ഡയറക്ടർമാർ അങ്ങാടി തോറ്റൻ അമ്മ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. അവിടെ പോയിട്ട് ചീത്ത വിളിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. അത് ആർട്ടിലായിക്കോട്ടെ കോസ്റ്റ്യൂമിലായിക്കോട്ടെ, ഇതൊക്കെ നമ്മളൊരു ടീമല്ലേ, നമ്മളല്ല അതിൻ്റെ ക്യാപ്റ്റൻ. അപ്പോൾ അവിടെ പോയിട്ട് സ്വാഭാവികമായിട്ടും മുന്നേ ഇവർക്കിടയിൽ ഒരു കോർഡിനേഷനും പരിപാടി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ചീത്തവിളിയുടെയോ പരിപാടി, പിന്നെ ചിലരുടെ ടെമ്പറമെന്റ് അനുസരിച്ചിരിക്കും. ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ചിലർക്ക് അത് ഡിപ്പെൻസ് ഓൺ അയാളുടെ ക്യാരക്ടർ അനുസരിച്ച്. പക്ഷെ അങ്ങനെ സെറ്റിൽ ചീത്ത വിളിക്ക് ഇത് വരുന്ന സമയത്ത് നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവും. അത് ആക്ടേഴ്സിനായിക്കോട്ടെ
അങ്ങനെയുള്ള ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ ആസ് എ ടീം, ആസ് എ ഹോൾ എല്ലാവരും ഒരുമിച്ച് കുറച്ചുകൂടി നല്ല അന്തരീക്ഷത്തിലാണ്. ഇത്രയും ദിവസം പിന്നെ അങ്ങനെ ആകുമ്പോ ആ ഡയറക്ടർ ഓർഡർ വൺ ഔട്ട് ആവും. ഡയറക്ടർ എല്ലാരും ഒതുക്കി കളയും. കാരണം ഡയറക്ടറെ കുറ്റം പറഞ്ഞ് നശിപ്പിക്കും. അതെ. ഈ ഇപ്പം ഈ സിനിമയുടെ തന്നെ സെക്കൻഡ് ഹാഫ് മോഹൻലാൽ ശ്രീനിവാസൻ കോംബോ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം ഇനി അവരുടെ ഒരു കോമ്പിനേഷൻ ഒരു സിനിമ പ്രതീക്ഷിക്കാമോ? ശ്രീനിവാസ് സാറിന്റെ എഴുത്തിലോ അല്ലെങ്കിൽ ധ്യാന്റെ എഴുത്തിലോ അങ്ങനെ? എനിക്കൊരു ആഗ്രഹമുണ്ട്. രണ്ടുപേരും സമ്മതിച്ചാൽ ചിലപ്പോ നടക്കുമായിരിക്കും. ഇവർ രണ്ടുപേരും വെച്ച് സിനിമ ഒരു ആഗ്രഹം ഉണ്ടല്ലേ? ആഗ്രഹമുണ്ട്. ഒരു ഫസ്റ്റ് തോട്ടൊക്കെ ഉണ്ടോ? കഥ എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അച്ഛനോടോ? ഇല്ലില്ല, ആരോടും പറഞ്ഞിട്ടില്ല. ചിലപ്പോ പറയേയില്ല. ആഗ്രഹമല്ല, നടക്കട്ടെ. ഓക്കെ. ഈ അച്ഛനെ ബന്ധപ്പെട്ട് ഞാൻ രണ്ട് കാര്യം ചോദിക്കണം ഞാൻ ആലോചിച്ചു. ഈ പണ്ട് പൂക്കോട് ഗാംഗുലി എന്നാണ് ധ്യാനെ വിളിച്ചിരുന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഗാംഗുലിയെ കാണിക്കാൻ, ഗാംഗുലി ഭയങ്കര ഫാനായിരുന്നല്ലോ, ധ്യാൻ ഭയങ്കര സൗരവ് ഗാംഗുലി ഫാനായിരുന്നല്ലോ. അന്ന് ഗാംഗുലിയെ കാണിക്കാൻ കൊണ്ടൊരു മൊമെന്റിനെ കുറിച്ച് ഇങ്ങനെ വേഗമായിട്ട് ധ്യാൻ ഓർമ്മ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഓർമ്മയുണ്ടോ? ഉണ്ട്. ഞാൻ ഇവിടെ കൊച്ചിയിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക കളി ഉണ്ടായിരുന്നു സ്റ്റേഡിയത്തിൽ, ഇവിടെ കലൂര്. ആ കളി കാണാൻ വന്നപ്പോൾ ഞാൻ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് അന്ന്, അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ഫ്രണ്ടാണ് സൗരവ് ഗാംഗുലി. ഓക്കെ, അന്ന് ഗാംഗുലി ക്യാപ്റ്റനാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ പോയി, പുള്ളിയുടെ ഞങ്ങൾ ഒരുമിച്ച് സൗരവ് ഗാംഗുലി, അച്ഛൻ, ഞാൻ, ഞങ്ങളൊക്കെ കൂടെ ഒന്ന് ഭക്ഷണം കഴിച്ചു. ഞാൻ അന്ന് ഗാംഗുലി ഫാൻ ആണെങ്കിൽ പോലും ഞാൻ സച്ചിൻ ഫാനായിരുന്നു. അന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് മേലെ റൂമിൽ എത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സച്ചിൻ ആരോടോ സംസാരിച്ചിട്ട് അജിത് അഗാർക്കറും റോബിൻ സിംഗും കൂടെ നടന്നു വരുന്നു. അങ്ങനെ കുറച്ചേരം കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് പുള്ളി വന്നിട്ട്, സൗരവ് ഗാംഗുലി വന്നിട്ട് പരിചയപ്പെടുത്തി തന്നു. ഇങ്ങനെയാണ് അച്ഛൻ റൈറ്റർ ശ്രീനിവാസൻ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി, സച്ചിനെ പരിചയപ്പെടുത്തി. പിന്നെ അതിനുശേഷം അന്ന് കഴിഞ്ഞിട്ട് ഞാൻ ലിഫ്റ്റിൽ വെച്ച് സച്ചിനെ, ഞങ്ങൾ ഇവിടുത്തെ താജ് ഗേറ്റ് വേ അല്ലേ അവിടെ അവിടെ താമസിച്ചു. പിന്നെ ഒരു ദിവസം ഞാനും പുള്ളിയും സച്ചിനും ഒരു തവണ ലിഫ്റ്റിൽ രാത്രി ഇതേപോലെ, അതിന്റെ പിറ്റേ ദിവസം 2 ദിവസം മുന്നേ ആയിരുന്നു സമയത്ത് ലിഫ്റ്റിൽ വെച്ച് കണ്ടു. അപ്പോൾ പുള്ളി അന്ന് പരിചയപ്പെട്ടതിന്റെ ഒരു ഇതിനകത്ത് നമ്മൾ വീണ്ടും ജസ്റ്റ് ഹൈ ബൈ സുഖാണോ യു എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് സംസാരിച്ചു. എത്ര വയസ്സുണ്ടായിരുന്നു? 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ. അതുപോലെ രജനീകാന്തിനെ കാണിക്കാനും കൊണ്ടുപോയിട്ടുണ്ടല്ലേ? രജനീകാന്തിനെ കാണിക്കാൻ കൊണ്ടുപോയില്ല, അവര് ഓൾറെഡി ഒരുമിച്ച് പഠിച്ചവരാണല്ലോ. അതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുമിച്ച് പഠിച്ചതൊക്കെയാണ്. അപ്പൊ അച്ഛൻ ഇടക്ക് ചെന്നൈയിലുള്ള സമയത്ത് പുള്ളിനെ കാണാമെങ്കിൽ അവരിടക്ക് കാണാനൊക്കെ 1-2-3 തവണ അച്ഛൻ പോയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു തവണ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അച്ഛനെ. അപ്പൊ എൻ്റെ അടുത്ത് അന്ന് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് വന്ന, അപ്പൊ അന്ന് പിന്നെ ഞാൻ അറിഞ്ഞ അച്ഛൻ പുള്ളിനെ കാണാൻ പോയതെന്നൊക്കെ. അപ്പൊ എനിക്ക് വലുതായതിനു ശേഷമല്ലേ? വലുതായതിനു ശേഷമല്ല, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. പിന്നെ ഞാൻ കാണുന്നത് കുസേലന്റെ ഷൂട്ട് ഇവിടെ നടക്കുന്ന സമയത്ത്, കഥ പറയുമ്പോൾ റീമേക്ക്. അപ്പൊ അവരിടക്ക് എനിക്ക് തോന്നുന്നു അവരല്ലാതെ തന്നെ അവരിടക്ക്, പിന്നെ ലാലങ്ങളുടെ ബർത്ത്ഡേ പാർട്ടീസ് ഒക്കെ നടക്കും പണ്ട്. അങ്ങനെ 1-2 പാർട്ടിക്കിടയിലൊക്കെ പുള്ളിനെ കണ്ടിട്ടുണ്ടൊക്കെ. പുള്ളിനിടക്ക് അങ്ങനെ 1-2 തവണയൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ട്. അച്ഛനും പുള്ളി ആ സമയത്ത് ഇടക്കിടക്ക് മീറ്റ് ചെയ്യലും പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ കഥ പറയുമ്പോൾ ഇറങ്ങിയപ്പോൾ അതിന് റീമേക്ക് പരിപാടിയും പ്ലാൻ ചെയ്തിട്ട്, അന്ന് ഇവര് തന്നെ തമിഴിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു ആ കഥ പറയുമ്പോൾ. അച്ഛൻ ലൂമിയർ ബ്രദേഴ്സും പ്രൊഡക്ഷൻ. പിന്നെ അത് വിജയകുമാർ അങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അച്ഛൻ പറഞ്ഞ അച്ഛന് തമിഴ് പ്രൊഡക്ഷൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് 7 ആർട്സും കെ ബാലചന്ദ്രന്റെ മറ്റേ ശ്രുതിലയോ കെ ബാലചന്ദ്രന്റെ പ്രൊഡക്ഷൻ കമ്പനി അവര് കമ്പൈൻ ചെയ്തിട്ടാണ് 7 ആർട്സ് ആയിരുന്നു അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ. കവിതാലയ. അങ്ങനെ ആ സമയത്ത് ഞങ്ങള് ഷൂട്ട് നടക്കുന്ന സമയത്ത് അച്ഛനും ഞാനും കൂടെ, അവൻ്റെ അമ്മ ഉണ്ടായിരുന്നു. രാത്രി ഞാനും പുള്ളിയും കൂടെ അച്ഛനും കൂടെ പുള്ളിനെ കാണാൻ റൂമിൽ പോയി. അങ്ങനെ അന്നാണ് ഞാൻ ഇവര് തമ്മിൽ ഇത്രയും ഇവരുടെ ഒരു ബന്ധവും സൗഹൃദമൊക്കെ നമുക്കറിയില്ല ഇവർ എത്രത്തോളം ഡീപ്പാണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ. അന്നാണ് ഞാൻ നേരിട്ട് ഇവരുള്ള ബന്ധവും പരിപാടിയൊക്കെ അറിയുന്നത്. അപ്പോൾ രണ്ടുപേർക്കും എല്ലാ ആശംസകളും. പാർട്ട്നേഴ്സ് ആളുകൾ കാണട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.